യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ഐസക് മത്തായി. ദൈവം പണിയുന്ന കുടുംബത്തിൻ്റെ 5-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സങ്കീർത്തനം 127 4 വാക്യം. വീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ എങ്ങനെയോ അങ്ങനെയാകുന്നു യൗവനത്തിലെ മക്കൾ. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ദൗത്യം ഭംഗിയായി നിർവഹിക്കുന്നതിനെ പേരൻറ്റിങ് എന്ന് പറയുന്നു. ഇതൊരു വരദാനമാണ്. മക്കളെ വളർത്തേണ്ടതുപോലെ വളർത്തുക, ദൈവകൃപയിൽ വളർത്തുക. ശമൂവേൽ ബാലനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നത്, ശമൂവേൽ ബാലൻ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രീതിയുള്ളവനായി വളരുവാൻ കാരണം അവൻ്റെ അച്ഛനമ്മമാർ അവനെ വളർത്തേണ്ടതുപോലെ വളർത്തിയത് കൊണ്ടാണ്. അച്ഛനമ്മമാർക്ക് അനുഗ്രഹിക്കപ്പെട്ട മക്കൾ ലഭിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ് മക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട അച്ഛനമ്മമാർ ലഭിക്കുന്നത്. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട അച്ഛനമ്മമാർ എന്നല്ല, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ. അപ്പോൾ അതിൻ്റെ പ്രതിഫലനങ്ങൾ തലമുറയിൽ കാണുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തോട് അനുസരണക്കേട് കാണിച്ച ഇസ്രായേൽ ജനത്തെ ഒരു പാഠം പഠിപ്പിക്കുവാൻ ദൈവം യിരെമ്യാ പ്രവാചകനെ രഹാമ്യ ഗൃഹത്തിൽ യോനാദാബിൻ്റെ മക്കളുടെ അടുത്തേക്ക് അയച്ചു. യിരെമ്യാ പ്രവചനം 35 വാക്യം. അവരെ യഹോവയുടെ ആലയത്തിൽ കൊണ്ടുവന്ന് വീഞ്ഞു കുടിപ്പിക്കുവാൻ കൊടുത്തു. വീഞ്ഞു കുടിപ്പാൻ വിസമ്മതിച്ച യോനാദാബിൻ്റെ മക്കളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഞങ്ങൾ വീഞ്ഞു കുടിക്കുകയില്ല. യോനാദാബ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ ചെന്ന് പാർക്കുന്ന ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിന് നിങ്ങളും നിങ്ങളുടെ മക്കളും ഒരിക്കലും വീഞ്ഞു കുടിക്കരുത്. യോനാദാബ് പറഞ്ഞ വാക്കുകൾ തലമുറ അനുസരിച്ചു. ദൈവം ആ കുടുംബത്തിന് പ്രത്യേക അനുഗ്രഹം നൽകിയതായി അവസാന വാക്യങ്ങളിൽ 35-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. മാതാപിതാക്കൾ ദൗത്യം നന്നായി പൂർത്തീകരിക്കുകയും മക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും മക്കൾ അവ അനുസരിക്കുകയും ചെയ്തതുകൊണ്ട് തലമുറ അനുഗ്രഹിക്കപ്പെട്ടു. അച്ഛനമ്മമാർ മക്കളെ എങ്ങനെ വളർത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 5 തരത്തിലുള്ള കുടുംബങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. 1, മക്കളുടെ മേൽ അധികാരം ഉപയോഗിക്കുന്ന മാതാപിതാക്കന്മാർ. 2, മക്കളുടെ ആവശ്യങ്ങൾ തിരസ്കരിക്കുന്ന മാതാപിതാക്കന്മാർ. 3, മക്കളുടെ ആവശ്യങ്ങൾ എല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാർ. 4, ആവശ്യത്തിലും അധികം സംരക്ഷണം മക്കൾക്ക് നൽകുന്ന മാതാപിതാക്കന്മാർ. 5, മാതാപിതാക്കൾ മക്കളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും മക്കൾ മാതാപിതാക്കളുടെ നിർദ്ദേശമനുസരിക്കുകയും ആവശ്യമായ കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനം എടുക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ. ആദ്യത്തെ 4 തരം കുടുംബങ്ങളുടെയും ഗുണവശങ്ങൾ ഈ 5-ാമത്തെ കുടുംബത്തിൽ കാണുവാൻ കഴിയും. ഉത്തരവാദിത്തങ്ങൾ ഷെയർ ചെയ്യുന്ന കുടുംബങ്ങളിൽ മക്കളും മാതാപിതാക്കന്മാരും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. സ്നേഹവും സഹകരണവും അനുസരണവും ഉണ്ടായിരിക്കും. എന്നാൽ മക്കളുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുന്ന അച്ഛനമ്മമാരോടും ആവശ്യത്തിലധികം മക്കൾക്ക് സംരക്ഷണം നൽകുന്ന മാതാപിതാക്കളോടും ദൈവവചനം പറയുന്നത്, നിങ്ങൾ മക്കളെ മടിയന്മാരാക്കുന്നു. മക്കളെ മാതാപിതാക്കന്മാരുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അറിയിക്കാതെ വളർത്തുന്ന മാതാപിതാക്കന്മാർ അറിഞ്ഞിരിക്കുക, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തെ
ചില മാതാപിതാക്കൾക്ക് മക്കൾ എന്ത് പറഞ്ഞാലും അത് വേദവാക്യമാണ്. മക്കൾ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ക്രോസ് ചെക്ക് പോലും ചെയ്യാറില്ല. മക്കളെ ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. മക്കളെ സ്നേഹിക്കണം, പക്ഷെ അവരുടെ ചെയ്തികളെ അല്ലെന്ന് ഓർത്തിരിക്കണം. മക്കളെ പത്യോപദേശത്തിൽ വളർത്താത്ത മാതാപിതാക്കളെ നിങ്ങളുടെ ആരോഗ്യവും സമ്പത്തും ക്ഷയിച്ച് വാർദ്ധക്യത്തിൽ എത്തുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ സമാധാനമില്ലാതെ ജീവിക്കേണ്ടി വരും. നിങ്ങളുടെ വാർദ്ധക്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ മക്കളോ കൊച്ചുമക്കളോ കണ്ടെന്നു വരികയില്ല. സദൃശ്യവാക്യം 22 അധ്യായത്തിൻ്റെ 6 വാക്യം, ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ഒരു കുട്ടിയുടെ ഭാവി ഏകദേശം 10 വയസ്സാവുമ്പോഴേക്കും തീരുമാനിക്കപ്പെട്ട് കഴിയുമെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ അഭിപ്രായപ്പെടുന്നത്. ആദ്യത്തെ 10 വർഷം വളരെ വിലപ്പെട്ടതും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഈ കാലഘട്ടത്തിൽ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം, തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഘട്ടം വളരെ വിലപ്പെട്ടതാണെന്നും അവർക്ക് വേണ്ട പരിശീലനം ഈ കാലഘട്ടത്തിനുള്ളിൽ നൽകേണ്ടതുമാണെന്ന് അറിഞ്ഞിരിക്കണം. ഒരു വലിയ ചുമതലയാണ് മാതാപിതാക്കന്മാർക്ക് തിരുവചനത്തിൽ കൂടി ദൈവം നൽകിയിരിക്കുന്നത്. മക്കളെ വിട്ടുമാറുകയില്ലാത്തൊരു ഭാവി ജീവിതത്തെ പറ്റിയുള്ള ഉറച്ച ദർശനം, ഒരു ഫോക്കസ്, ഒരു ലക്ഷ്യം അവരിൽ വളർത്തണം. 1 ശമൂവേൽ 2:18 വാക്യം, ശമൂവേൽ എന്ന ബാലനോ പഞ്ഞുനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച് യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു പോന്നു. ദൈവഭക്തയായ ഒരു മാതാവിൽ നിന്ന് ലഭിക്കുന്ന ഓർമ്മകളാണ് ഒരു ശിശുവിന് ആദ്യം ദൈവകൃപ പകർന്നു കൊടുക്കുന്നത്. പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ശമൂവേൽ ജനിച്ചത്. അവൻ്റെ അമ്മ ഹന്ന യഹോവയോട് പ്രാർത്ഥിച്ചു, ദൈവം തനിക്ക് ഒരു മകനെ നൽകുന്ന പക്ഷം അവനെ ജീവപര്യന്തം ദൈവത്തിനായി സമർപ്പിക്കുമെന്ന്. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അങ്ങനെ ശമൂവേൽ ജനിച്ചു. അവൻ്റെ മാതാപിതാക്കൾ അവനെ യഹോവയ്ക്കായി വളർത്തി. ബാലനായിരിക്കെ തന്നെ അവൻ ദൈവ ശുശ്രൂഷയിലേർപ്പെട്ടു. പിന്നീട് തുടർന്ന് ശമൂവേലിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ മേലധികാരിയായി, ഒരു രാജ്യത്തിന് വേണ്ടി ആവശ്യമായ ഉപദേശങ്ങൾ നൽകുന്ന വലിയ ഒരു ഉപദേഷ്ടാവായി, ഒരു പ്രവാചകനായി, ഒരു പുരോഹിതനായി രാജ്യത്തെ നയിച്ചു എന്ന് നാം പഠിക്കുന്നു. തിമോത്തിയോസിന് ദൈവഭക്തയായ ഒരമ്മയും ഭക്തിയുള്ള ഒരു വല്യമ്മയും ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായ ദൈവഭക്തി ആദ്യം അവൻ്റെ വല്യമ്മയിലും പിന്നീട് അമ്മയിലും ഉണ്ടായിരുന്നതായി തിരുവചനം പറയുന്നു. ഇവിടെ വിശ്വാസത്തിൻ്റെ 3 തലമുറകളെ നാം കാണുന്നു: വല്യമ്മ, അമ്മ, മകൻ. 3-ാം തലമുറയിൽ ദൈവത്തെ സേവിച്ച ഒരു പുരുഷൻ എപ്രകാരമാണ് ഉണ്ടായതെന്ന് ഇവിടെ വെളിപ്പെടുത്തുന്നു. തിമോത്തിയോസിൻ്റെ ലേഖനം 1:5 നിന്റെ ആത്മാർത്ഥ വിശ്വാസത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അത് ആദ്യം നിന്റെ വല്യമ്മയായ ലോബീസിലും നിന്റെ അമ്മയായ യൂനിക്കയിലും ഉണ്ടായിരുന്നു. അത് നിന്നിലും ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിൻ്റെ അമ്മയെക്കുറിച്ചും വല്യമ്മയെക്കുറിച്ചും സാക്ഷ്യം പറയുകയാണ് ഇവിടെ. അവരുടെ ആ വിശ്വാസം മൂലമാണ് തിമോത്തിയോസ് ക്രിസ്തുവിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത്.
ഇന്ന് നമുക്ക് ഇങ്ങനെ നമ്മുടെ മക്കളെക്കുറിച്ച് പറയുവാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ നമ്മുടെ ഈ ലോക ജീവിതം കൊണ്ട് അറ്റ്ലീസ്റ്റ് ചിലത് നേടിയെന്ന് നമുക്ക് അഭിമാനിക്കുവാൻ വകയുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 40-ാം വാക്യം, ശിശു വളർന്ന് ജ്ഞാനം നിറഞ്ഞ ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. ബാല്യം കൗമാരങ്ങളിലൂടെ കടന്നുപോയ യേശുവിനെ നാം നോക്കുക. ബാലനായ യേശുവിനെ പറ്റി ഈ പ്രകാരം എഴുതിയിരിക്കുന്നു: പൈതൽ വളർന്ന് ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. ബാലനായ യേശു ജ്ഞാനം നിറഞ്ഞവനായി തീർന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ ജ്ഞാനമുള്ളവരായി തീരുവാൻ, ആത്മനിറവുള്ളവരായി തീരുവാൻ ഇടയാകണം. അവരെ പത്യോപദേശത്തിൽ വളർത്തുക. അപ്പോൾ യേശു എന്ന ബാലൻ്റെ മേൽ ദൈവകൃപയുണ്ടായതുപോലെ നമ്മുടെ മക്കളുടെ മേലും ദൈവകൃപ ഉണ്ടാകും. യേശു 12 വയസ്സായപ്പോഴേക്കും ദേവാലയത്തിലെ ഉപദേഷ്ടാക്കന്മാരോടൊപ്പം ഇരുന്ന് അവർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും കഴിയുമാറ് യേശു തിരുവെഴുത്തുകളിൽ പരിചയവും ജ്ഞാനവും നേടിയിരുന്നു. യേശുവിൻ്റെ വാക്കുകൾ കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം. 12 വയസ്സുള്ള ആ ചെറുപ്രായത്തിൽ തന്നെ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ഇരിക്കേണ്ടതും പിതാവിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടേണ്ടതും ആവശ്യമാണെന്ന് യേശു ഗ്രഹിച്ചു. അത്രയും അറിവുണ്ടായിട്ടും യേശു യോസഫിനോടും മറിയോടും അനുസരണശീലമുള്ളവനായിരുന്നു. ഒരു ശിശുവെന്ന നിലയിലും ഒരു ചെറിയ ബാലനെന്ന നിലയിലും യേശു കാണിച്ച മാതൃക നമ്മുടെ മക്കൾക്ക് നാം പറഞ്ഞു കൊടുക്കണം. ദൈവവചനം പഠിക്കുന്നതിൻ്റെയും മാതാപിതാക്കളെ അനുസരിക്കുന്നതിൻ്റെയും ഇമ്പോർട്ടൻസ് എന്താണെന്ന് അവർക്ക് നാം നമ്മുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം. ഇന്ന് പല മാതാപിതാക്കന്മാരും തങ്ങളുടെ മക്കളെ ലോകമയത്തം നിറഞ്ഞ കലാപരിപാടികൾക്കായി വിടുന്നു. കുഞ്ഞുങ്ങൾക്ക് അവരുടെ കഴിവിനപ്പുറത്തുള്ള വീഡിയോ ഗെയിംസും മറ്റും വാങ്ങിക്കൊടുത്ത് അവരെ ലോകമായ മായ ചന്തയിലേക്ക് നയിക്കുന്നു. ഇങ്ങനെ വളരുന്ന കുഞ്ഞുങ്ങളിൽ ദൈവത്തിനോ ദൈവവചനത്തിനോ സ്ഥാനം ഉണ്ടാകുകയില്ല. ഈ കൗമാരപ്രായത്തിന് മുമ്പ് തന്നെ അവരുടെ മനസ്സിൽ പാപം വേരൂന്നി കഴിഞ്ഞിരിക്കും. മാത്രമല്ല, പാപം വളരുകയും ഫലം കായ്ക്കുവാനും തുടങ്ങും. അത് അവരുടെ ഭാവി ജീവിതത്തിന് ഹാനികരമായി തീരുക മാത്രമല്ല, മാതാപിതാക്കൾക്ക് വലിയ ഭാരവും വിഷമവുമായി തീരുന്നു. ശൈശവ പ്രായത്തിലെ അവരുടെ ഹൃദയത്തെ കർത്താവിൻ്റെ വചനത്തിലേക്ക് തിരിച്ചുവിടുക. അവർ കൗമാരപ്രായത്തിൽ എത്തുന്നതുവരെ കാത്തിരിക്കരുത്. കാത്തിരുന്നാൽ തീർച്ചയായിട്ടും അവനെ മാറ്റുവാൻ നമുക്ക് പ്രയാസം നേരിടേണ്ടി വരും. ബാലൻ നടക്കുന്ന വഴിയിലല്ല, നടക്കേണ്ട വഴിയിലാണ് അവനെ അഭ്യസിപ്പിക്കേണ്ടത്. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ശൗമേലിൻ്റെയും തിമോത്തിയോസിൻ്റെയും മാതൃക നാം കണ്ടു. ശൈശവ പ്രായത്തിലെ അവരുടെ ഹൃദയത്തെ കർത്താവിൻ്റെ വചനത്തിലേക്ക് ഡയറക്റ്റ് ചെയ്യുവാൻ അവരുടെ അമ്മമാർക്ക് കഴിഞ്ഞു. കുട്ടികൾ കൗമാരപ്രായത്തിൽ എത്തുന്നത് വരെ നാം കാത്തിരിക്കരുത്. വളർച്ച പ്രാപിച്ച കുട്ടികൾക്ക് ഒരു മാറ്റം വരുത്തുവാൻ വളരെ പ്രയാസമാണ്. ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളെ നേർവഴിക്ക് നയിക്കുവാനുള്ള നല്ല മാതൃക നമുക്ക് കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ കൂടി നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവം അതിനുള്ള ദൈവകൃപ എല്ലാ മാതാപിതാക്കന്മാർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ഗാഡ് ബ്ലസ് യു ആൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് ഗോഡ്. ആമേൻ.